350 കോടി 350 നിങ്ങളല്ലേ അല്ല അവിടെ 350 355 അല്ല 355 355 355 355 ഒരു നേരം 355 രണ്ടു നേരം 355 ഒരു നേരം 355 രണ്ടു നേരം ഇന്നത്തെ ശ്രമപ്പെടുത്തി ഹലോ, നമസ്കാരം. നമുക്ക് നല്ല ഫ്രഷായ പച്ചക്കറികളും പഴങ്ങളുമൊക്കെ കർഷകരിൽ നിന്നും നേരിട്ട് വാങ്ങാനും നമ്മുടെ കാർഷികോൽപ്പന്നങ്ങൾ വിൽക്കുവാനും പറ്റിയ ഒരിടത്താണ് ഇന്നുള്ളത്. അതെ, ഈ ചന്തയുള്ളത് കരുനാഗപ്പള്ളി തഴവയിലാണ്. കറക്റ്റ് സ്പോട്ട് പറഞ്ഞാൽ തഴവ AVHS ജംഗ്ഷനിൽ നിന്നും വെളുത്തമണൽ റോഡിലുള്ള മിൽമ ജംഗ്ഷനിൽ. എന്റെ പേരെന്താ? KC മണി. നമ്മുടെ ഈ വിപണിയുടെ സിസ്റ്റം എങ്ങനെയാ? ഇത് നമ്മൾ കർഷകരിൽ നിന്നും ഡയറക്റ്റായിട്ട് സാധനം സംഭരിച്ചുകൊണ്ട് കച്ചവടക്കാർക്കും ഈ നാട്ടുകാർക്കുമായിട്ട് വിതരണം ചെയ്യണം. ഏതൊക്കെ ദിവസം ഉണ്ടാവും ആഴ്ചയിൽ? ഞങ്ങൾ ആഴ്ച ഒറ്റ ദിവസമുള്ളൂ, എല്ലാ ഞായറാഴ്ച. എത്ര മണി വെളുത്തോ സ്റ്റാർട്ട് ചെയ്യും? രാവിലെ 7 മണി മുതൽ തീരുന്നതിനും വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. വിപണിയിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഉൽപ്പന്നം ഏതാണ്? കൂടുതൽ വരുന്നത് കാർഷിക ഉൽപ്പന്നങ്ങൾ, എസ്പെഷ്യലി ഈ ഏത്തക്കൊല, പൂവൻകൊല, കൊലകളാണ് കൂടുതൽ വരുന്നത് ഇവിടെ. കൂടുതൽ മരുന്ന് കൊലകളാണ്. കാർഷകരുടെ ഏത് ഉൽപ്പന്നം ഉണ്ടോ അതെല്ലാം നമ്മൾ വിൽക്കുന്നുണ്ട്. ഞായറാഴ്ച അവധി ദിവസമാണ് കൂടുതൽ ആൾക്കാരും വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ എംപ്ലോയീസ് ഉദ്യോഗസ്ഥന്മാര് അവരൊക്കെ വരുന്നുണ്ട്, സാധനം വരുന്നുണ്ട്. പേരെന്താ? എന്റെ ഒരു ബെൻസീർ എന്നാണ്. ബെൻസീർ. ഇവിടെ ഈ നാട്ടുകാരൻ തന്നെ? തഴവയില് തഴവ അമ്പലത്തിന്റെ തൊട്ട് കിഴക്കുവശത്തായിട്ടാണ്. കർഷകനാണോ? ഞാനൊരു കർഷകൻ കൂടിയാണ്. ഞാൻ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ഞാൻ ഡിവിഷണൽ അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്യും. ഞാൻ തെങ്ങ്, അതുപോലെ തന്നെ വാഴ, പിന്നെ മഞ്ഞള്, ഇഞ്ചി തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇപ്പം. പിന്നെ അതുപോലെ ഇപ്പൊ കുരുമുളക് കൃഷി ഞാനിപ്പോ ആരംഭിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഞാൻ 4 കൊലകളാണ് കൊടുത്തത്. നല്ല സാധനങ്ങളാണ് ഇവിടെ ഏറ്റവും ഫ്രഷ്. ഇതിനകത്ത് ഏറ്റവും എന്റെ പോലെ എന്നൊക്കെ പറയുന്നത് ജൈവവളം മാത്രം ഉപയോഗിച്ച് ഒന്നുമില്ല, കൃത്രിമവളങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നല്ല പരിചരണം നടത്തിയതിനു ശേഷം കൊണ്ടുവരാറുള്ളത്. അപ്പം അതിനകത്ത് ലാഭമോ നഷ്ടമൊന്നുമല്ല, സാമൂഹിക പ്രതിബദ്ധത ലെവലിലാണ് ഞാനത് ചെയ്യാറുള്ളത്. ഇവിടേക്ക് ഒരു ഉൽപ്പന്നം എത്തിയാൽ, ഒരു കാർഷിക ഉൽപ്പന്നം എത്തിയാൽ എങ്ങനെയാണ് ഈ കർഷകരിലേക്ക് പൈസ എത്തുന്നത്? എങ്ങനെയാ സിസ്റ്റം എന്ന് പറയുന്നത്? നമ്മൾ കർഷകർ സാധനം കൊണ്ടുവരും. ഇവിടെ ലേലമാണ് സിസ്റ്റം. വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് സ്ലിപ്പ് കൊടുക്കും. സ്ലിപ്പ് കൊടുത്ത പൈസ കൊടുക്കുന്നത് അടുത്ത ആഴ്ച. കാര്യം ഈ ആ സാധനം വിൽക്കുന്നു. അത് കാരണം നമുക്ക് ഇപ്പം ഈ ദിവസം തന്നെ സെയിം ഡേ ഇല്ല, പൈസ കൊടുക്കാൻ പറ്റുന്നില്ല. അത് കാരണം അടുത്ത സ്ലിപ്പ് കൊടുക്കുന്നുണ്ട് അവർക്ക്. ആ സ്ലിപ്പിന് പ്രകാരം അടുത്ത ആഴ്ച വരും അന്ന് സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും കർഷകർക്ക് ആശ്വാസം തന്നെയായിരിക്കും. ആശ്വാസം, വളരെ ആശ്വാസമാണ്. കർഷകർക്ക് മാന്യമായി കിട്ടുന്നുണ്ട് ഇവിടെ. അപ്പോൾ കർഷകർക്കും കസ്റ്റമർക്കും വളരെ ഉപകാരപ്രദമായ ഇത്തരം വിപണികൾ എന്നും നിലനിൽക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നന്ദി, നമസ്കാരം.